നിങ്ങളിപ്പോൾ ഭൂമിയിൽ നിന്ന് ശൂന്യാകാശത്തിലൂടെ, എവിടെയും ശൂന്യത, അങ്ങനെ 3,84,399 കിലോമീറ്റർ ദൂരം ഭൂമിയിൽ നിന്ന് പുറമെ ശൂന്യാകാശത്തിലൂടെ, അങ്ങനെ നിങ്ങൾ എത്തുന്നത് ചന്ദ്രനിൽ, മൂൺ. അവിടെ അങ്ങനെ ചന്ദ്രോപരിതലം, ലൂണാർ സർഫസ്, സങ്കല്പിക്കാം. നിങ്ങളങ്ങനെ മൂണിലാണ്, ചന്ദ്രനിലാണ് സങ്കല്പം. അങ്ങനെ ചന്ദ്രനിൽ നിങ്ങൾ ഇരുന്ന് നമ്മുടെ മനോഹരമായിട്ടുള്ള ഭൂമിയെ കാണുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ആ ചന്ദ്രനിൽ, ആ ഉപരിതലത്തിൽ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ, നിങ്ങളൊരു പുരുഷനെങ്കിൽ നിങ്ങളുടെ ഇടത് കണ്ണ് ചന്ദ്രൻ്റെ ആ ഊർജം നിങ്ങൾ സ്വീകരിക്കുന്നു. സ്ത്രീയെങ്കിൽ നിങ്ങൾ വലത് കണ്ണിൽ ചന്ദ്രൻ്റെ ഊർജം സ്വീകരിക്കുന്നു. സ്ത്രീയെങ്കിൽ നിങ്ങളുടെ ഗർഭപാത്രത്തിലും കൂടി ചന്ദ്രൻ്റെ ആ ഊർജം സ്വീകരിച്ചു കൊള്ളൂ. തുടർന്ന് മുലകൾ, ഉദരം, നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം, ബോഡിലി ഫ്ലൂയിഡ്സ്, ഇവിടമെല്ലാം ചന്ദ്രൻ്റെ ആ ഊർജം, അനുഗ്രഹം സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സ്, ഉൾക്കാഴ്ച ശാന്തമാകുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ജന്മജന്മാന്തരങ്ങളുടെ മാനസിക സ്വസ്ഥത, സമാധാനം ലഭിക്കുന്നതിനുള്ള ഊർജം നിങ്ങൾ ചന്ദ്രനിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഉയർന്ന തലത്തിൽ ചന്ദ്രനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭൂമിയെ കെട്ടിപ്പുണരുന്നു. നിങ്ങൾ ഇരു കൈകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ചുറ്റിത്തിരിയുന്ന ഭൂമിയെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സ്നേഹം, യഥാർത്ഥമായ നിങ്ങളിലെ ആ ഒരു ദൈവികമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങളുടെ മനം ശുദ്ധിയാകുന്നു, ശാന്തത കൈവരിക്കുന്നു, ആരോഗ്യം ലഭിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു. നിങ്ങൾ ഭൂമി ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്, അശാന്തമാണ്, ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡ്, മൂഡ് സ്വിങ്. പക്ഷെ നിങ്ങളിപ്പോൾ മൂണിൽ തന്നെയാണ്, ചന്ദ്രനിൽ തന്നെയാണ്. ആ ചന്ദ്ര ഊർജം വെള്ളി വെളിച്ചമായിട്ട് നിങ്ങളിൽ നിറയുന്നു. നിങ്ങളിപ്പോൾ ഒരു വെള്ളി വെളിച്ചമായി തീരുന്നു. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും സമാധാനം, ശാന്തത കൈവരിക്കുന്നു.
ഈ ഒരു മനസ്സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് തിരികെ നിങ്ങളുടെ തുടർന്നുള്ള ജീവിത ദിനങ്ങൾ ഭൂമിയിൽ നിർവഹിക്കുന്നു. സമാധാനപൂർവം, സ്നേഹത്തോടെ, സഹകരണത്തോടെ, സംതൃപ്തിയോടെ, ആരോഗ്യത്തോടെ നിങ്ങളുടെ ഭൂമി ജീവിതം നയിക്കുക. ചന്ദ്രൻ്റെ ഊർജം നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ.